അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പൂർണ്ണമായും ഞെട്ടിയിരിക്കുകയാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കണ്ടിട്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ ലഭിക്കുന്നത്. ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത് ഈ വർഷം മധ്യത്തോടുകൂടി അല്ലെങ്കിൽ ഈ വർഷം പകുതിയാകുന്നതോടുകൂടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഇസ്രായേൽ ആക്രമിക്കും എന്നുള്ളതാണ്. ഇസ്രായേൽ അതിന് ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ട്. നേരത്തെ ഡൊണാൾഡ് ട്രംപ് തന്നെ പറഞ്ഞിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കണം, അമേരിക്കയ്ക്കെതിരെ ഇറാൻ ആണവ ആയുധങ്ങൾ നിർമ്മിക്കുകയാണത്. നേരത്തെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം അടക്കം കൊടുത്ത വാർത്തകളിൽ ഒരു കാര്യം പറഞ്ഞതാണ്, റഷ്യയിൽ നിന്ന് വമ്പൻ ഫൈറ്റർ ജെറ്റുകൾ, ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകൾ ഇറാൻ മേടിച്ചിട്ടുണ്ട് എന്ന്. എന്നാൽ എത്ര മേടിച്ചിട്ടുണ്ട്, എങ്ങനെ മേടിച്ചിട്ടുണ്ട് എന്നതിനെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ല. ഇതെല്ലാം ഇത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം. കാരണം വ്യോമമാർഗമുള്ള യുദ്ധമാണ് ഇനി ഏറ്റവും വലിയ യുദ്ധം. കരമാർഗവും കടൽ മാർഗവുമുള്ള യുദ്ധത്തെക്കാളും ഇസ്രായേൽ ഇറാനിലേക്ക് പറന്നെത്തി മണിക്കൂറുകൾക്കകം ഇറാന്റെ സകല ലോഞ്ച് പാഡുകളും സൈനിക കേന്ദ്രങ്ങളും തകർത്തു പോയതാണ് ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ അവസാന ആക്രമണം. ഇതിൽ ഇറാന്റെ നട്ടല്ലൊടിഞ്ഞു എന്നുള്ള കാര്യത്തിനും യാതൊരുവിധ തർക്കവുമില്ല. എന്തായാലും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്, ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് ആണ്. ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ വ്യാപകമായ സംഘർഷത്തിലേക്ക് നയിക്കുമെന്ന അപകട സാധ്യത ഉണ്ടായിരുന്നിട്ടും ആണവ പദ്ധതിയിൽ മുന്നേറുന്നതിന് മുമ്പ് ഇറാനെതിരെ വൻ ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റിലെ ഒരു പ്രസ്താവന എന്ന് പറയുന്നത്. ഈ റിപ്പോർട്ട് ഉടൻ സ്ഥിരീകരിക്കാൻ ഹൈക്കോടതി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് ശരിയായ റിപ്പോർട്ടാണോ? വൈറ്റ് ഹൗസ് ഈ വിഷയത്തിൽ കടുത്ത മൗനമാണ് ഇപ്പോൾ പാലിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അമേരിക്കയുടെ അന്താരാഷ്ട്ര ചാര ഏജൻസിയായിട്ടുള്ള CIA-യും നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബ്ബാർഡും ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ പറയാൻ തയ്യാറാകുന്നില്ല. അവർ ഇതിൽ കടുത്ത മൗനം പാലിക്കുകയാണ്. എന്നിരുന്നാലും ഈ ഒരു സാഹചര്യത്തിലും ഇറാനെ ആണവായുധങ്ങൾ സ്വന്തമാക്കാൻ അമേരിക്കയും ഇസ്രായേലും സമ്മതിക്കില്ല എന്നുള്ള കാര്യം അവർ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ കൗൺസിലിൽ വക്താവ് ബ്രയാൻ ഹ്യൂൻ വാഷിംഗ്ടൺ പോസ്റ്റിനോടാണ് ഇക്കാര്യം പറഞ്ഞത്. എന്തായാലും വാസ്തവത്തിൽ ഈ റിപ്പോർട്ട് ജനുവരി ആദ്യം തന്നെ തയ്യാറായ ഒരു റിപ്പോർട്ടാണ്. ഇപ്പോഴാണ് ഈ റിപ്പോർട്ട് വെളിച്ചം കാണുന്നത്. പക്ഷേ അത് തയ്യാറാക്കി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഇപ്പോഴാണ്. ഇറാനിലെ ഫോർഡോ, നട്ടൻസ് ആണവ സമുച്ചയങ്ങളെ ഇസ്രായേൽ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ആണവ കേന്ദ്രങ്ങളുടെ പേരടക്കം പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കഴിഞ്ഞ ഒക്ടോബറിൽ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ ലക്ഷ്യമാക്കി നശിപ്പിച്ചതായി US രഹസ്യാന്വേഷണ വിഭാഗവുമായി ബന്ധപ്പെട്ട നിലവിലുള്ളത് മുൻകാല ഉദ്യോഗസ്ഥരും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറാൻ ഇപ്പോൾ വ്യോമാക്രമണങ്ങൾ തുറന്ന വേദിയായി മാറുകയാണ്. ഇസ്രായേൽ നേരത്തെ ഇറാനെ ആക്രമിക്കുന്നതിന് മുമ്പും അമേരിക്ക ഇത്തരത്തിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. എന്നാൽ അന്ന് ലോകരാജ്യങ്ങളെല്ലാം പറഞ്ഞത്, മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് ഇത് ഫേക്കാണ്. ഇങ്ങനെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവിട്ടത് കൊണ്ട് ഒന്നും തന്നെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കില്ല എന്നായിരുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ തന്നെ ഇസ്രായേലിന്റെ തീമഴ ഇറാനിലേക്ക് പെയ്തിറങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വാഷിംഗ്ടൺ പോസ്റ്റിന് ഈ വിവരങ്ങൾ നൽകിയ മുതിർന്ന ഉദ്യോഗസ്ഥൻ തന്റെ പേര് വെളിപ്പെടുത്തരുത് എന്ന വ്യവസ്ഥയിലാണ് വാഷിംഗ്ടൺ പോസ്റ്റിന് ഇത് നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ വിശദീകരണം എന്ന് പറയുന്നത്. ഇറാനും ഇസ്രായേലും ഇപ്പോഴും എതിർപ്പിലാണ് എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പോരാത്തതിന് ട്രംപ് വന്നതോടുകൂടി ഇറാൻ തങ്ങൾ ഇനി വയ്യാവേലിക്കൊന്നും പോകുന്നില്ല എന്ന രീതിയിൽ പ്രസ്താവനകൾ ഇറക്കിയിരുന്നു. ഒതുങ്ങിക്കൂടുകയാണ്. ഗാസ യുദ്ധം ഇപ്പോൾ മുഴുവൻ മിഡിൽ ഈസ്റ്റിലും വ്യാപിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യ പോലും അത് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇറാനിലേക്ക് ഇസ്രായേൽ ഒരു ആക്രമണം നടത്താൻ പോകുന്നതിന്റെ പ്രധാന കാതലായി ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഉറപ്പാക്കുന്ന ഒരു കരാർ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പശ്ചിമേഷ്യ വീണ്ടും കലാപകലുഷിതമാകാൻ പോകുകയാണോ എന്ന ചോദ്യമാണ് ഇതിലൂടെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.